നമ്മളിപ്പോൾ വടകരയാണുള്ളത്. ഇവിടെ ഒരു കേരവൻ നിർത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 ആൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. മൊത്തം ആളുകളാണ് കേട്ടോ. ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെയാണ്. എന്താ സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഇവിടെ ഒരു കേരളാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. മൊത്തം ആളുകളാണ്. മൊത്തം ആളുകൾ കൂടിയിരിക്കണം കേട്ടോ. 2 ആള് മരണപ്പെട്ട വണ്ടിയാണ് ഈ കാണുന്നത്. AC-യുടെ എന്തോ പ്രശ്നം കൊണ്ടാണ് സംഭവിച്ചത്. കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വണ്ടി ബാക്കിൽ ബെൻസിന്റെ എംബ്ലമൊക്കെ ഉണ്ട്. പൊന്നാനി രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഒരുപാട് ആളുകളാണ് ഇവിടെ ഇങ്ങനെ തടിച്ച് കൂടിയിരിക്കുന്നത്. 2 പേര് മരണപ്പെട്ട് കിടക്കുന്ന വണ്ടിയാണ് നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത്. സൈഡിലേക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈവേ. ഇതാണ് ഭയങ്കര ഒരുപാട് എന്താ കേസ് അറിയില്ല. AC-ന്റെ പ്രോബ്ലം കൊണ്ടാണ് ആൾക്കാർ മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ വടകര KTDC-ന്റെ മുന്നിലായിട്ടുള്ളത് കേട്ടോ. ഇവിടെ മൊത്തം പോലീസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും അതിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ പോലീസ് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മളെ കേരളം കിടക്കുന്നത്. ഇതിപ്പോൾ 2 പേരിപ്പം ഓൾറെഡി മരിച്ച് അതിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. ഇത്ര നേരമായിട്ട് ആളുകളൊന്നും മാറിയിട്ടില്ല. മൊത്തം ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി. നമ്മുടെ AC-യുടെ കെമിക്കൽ ഗ്യാസ് പുറത്ത് വന്നതാണ് ഈ മരണത്തിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബോഡി ഇന്ന് എടുക്കില്ല, നാളെ രാവിലെ എടുക്കത്തുള്ളൂ. മൊത്തം ആളുകൾ ഇവിടെ തന്നെ തടിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. മൊത്തം പോലീസൊക്കെ ഇതാ ഇവിടെയൊക്കെ മറ്റേ ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വണ്ടിക്ക് മൊത്തം ബൗണ്ടറി കെട്ടിയിട്ടാണുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ വണ്ടി. ഇവിടെ എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയില്ല. ഉച്ചക്ക് പൊന്നാനി എത്തേണ്ട ആളുകളാണ്. അപ്പോൾ ഇതുവരെയായിട്ടും പൊന്നാനി എത്താത്ത കൊണ്ട് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വരാത്ത കൊണ്ടാണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്തപ്പെട്ടത്. AC-യുടെ ഗ്യാസിൻ്റെ എന്തോ ഇഷ്യൂ കാരണം 2 ആൾ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. വടകര മൊത്തം ആളുകളാണ് കേട്ടോ. മൊത്തം ഇത്രത്തോളം. ഇത് മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലൊക്കെ മൊത്തം ആളുകളാണ്. ഇവിടെയൊക്കെ ആളുകളാണ്. അതിലായിട്ട് നമ്മുടെ ഹൈവേ കൂടി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ ഈ കേരളത്താളി. പകസ് മൊത്തം ഇത്രത്തോളം ആളുകളുണ്ട്. ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ബോഡി ഇപ്പോൾ രാവിലെ മാത്രമേ ഇത് എടുക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് കേട്ടോ ബസ്സിന്റെ ബേക്ക്. ബെൻസിന്റെ ഒരു ഭാരത് ബെൻസിന്റെ ഒക്കെ ഒരു എംബ്ലമൊക്കെ വെച്ചിട്ട് ബെൻസിന്റെ ഒരു വണ്ടിയാണ്. ഒരു കേരളനാണ് കേട്ടോ. ഇത് സെലിബ്രിറ്റി ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ 2 പേര് പടയായിട്ടുണ്ട്, മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ഇത്രത്തോളം ആളുകൾ ഇവിടെ തടിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം ബോഡി എടുക്കണമെങ്കിൽ രാവിലെ ആവും. അത്ര നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. മൊത്തം സീനാണ്. പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കേരളമാണ്. ഇതിനുള്ളിലാണ് ഇപ്പോൾ 2 പേര് മരിച്ച് കിടക്കുന്നത്. എന്താ സ്ഥിതി എന്ന് അറിയില്ല. മൊത്തം പോലീസുകാരും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. മൊത്തം ആളുകളാണ്. നാളെ 10 മണിക്ക് ഇത് തുറക്കുന്നുള്ളതാണ് ഈ സാറ് പറയുന്നത്. നമ്മുടെ മീഡിയൊക്കെ ഇവിടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
മൊത്തം പോലീസും കാര്യങ്ങളൊക്കെയാണ്. ഓൾറെഡി 2 പേര് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മരിച്ച് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഫോറൻസിക് ഡോസ്കോഡ് എല്ലാ കാര്യങ്ങളും വരണം. എന്താ റീസൺ എന്നുള്ള കറക്റ്റ് മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയ ഇവിടുന്ന് എന്താ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാറന്മാരുണ്ട്, അതുപോലെ തന്നെ ഇതാ മീഡിയൻ്റെ ആൾക്കാരുണ്ട്. മനോരമേൻ്റെ ന്യൂസാണ് കേട്ടോ. ഇതാണ് കേരമാണ്. ഇപ്പം നമ്മുടെ മീഡിയയിലെ ആൾക്കാർ ഇവിടുന്ന് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനോരമ ചാനലിൻ്റെ ന്യൂസ് പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ ഓഫ് ആക്കി കേട്ടോ. 2 പേര് മരിച്ച് കിടക്കുന്ന വാഹനമാണ് ഇത് കാണുന്നത്. ഫുൾ ആളുകളാണ്, മൊത്തം ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ വടകരയുള്ള അവസ്ഥ. മൊത്തം പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കേരവണിതാ ഇവിടെ കിടപ്പുണ്ട്. 2 പേര് ഇപ്പം മരിച്ച് കിടക്കുകയാണ്. കുറേ മീഡിയയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ 2 ആളിനകത്ത് മരണപ്പെട്ടു. അതിനുള്ള കാരണം വ്യക്തമല്ല. അപ്പോൾ AC-ൻ്റെ എന്തോ ഇഷ്യൂ എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ ഇന്ന് ഉച്ചക്ക് പൊന്നാനി എത്തേണ്ട വണ്ടിയാണ്. അപ്പോൾ അത് എത്താത്തതിൻ്റെ കാരണത്താൽ അന്വേഷണത്തിൻ്റെ രീതിയിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തപ്പിയാണ് അങ്ങനെയാണ് ഈ സംഭവം മരണപ്പെട്ടു എന്ന് മനസ്സിലായത്. എന്നിട്ട് KTC കാര്യം 2 പെക്കൊക്കെ അടിച്ച് പോകുന്ന ഉദ്ദേശ ടീമാണ്. സംഭവം എന്ന് വെച്ചാൽ 2 ആൾ പടയായിട്ടുണ്ട്. ഓൾറെഡി ഈ വണ്ടീൻ്റെ ഉള്ളിൽ 2 ആൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ഫോറൻസിക് അതുപോലെ തന്നെ ഡോസ്കോഡൊക്കെ വരണം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ മീഡിയ ഒക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. നോർമലി ഇത് അത്യാവസ്ഥ അങ്ങനെയാണ്, വേറെ കേസൊന്നുമില്ല. 2 ആൾ എന്നാലും മരിച്ചു, അതൊക്കെ എന്താ റീസൺ എന്നല്ല ഇപ്പം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിലവിലിപ്പോൾ വേറെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ കാരവൺ. 2 ആൾ മരിച്ചു കിടക്കുന്ന കാരവാണ് കാണുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. മീഡിയക്കാരതാ മീഡിയൻ്റെ ക്യാമറയാണ്, വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് വലിയ ഒന്നും റിപ്പോർട്ടൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ഫോറൻസിക്കും കാര്യങ്ങളൊക്കെ വരണം. നാളെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിലവിലിപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ആളിപ്പോൾ ഇതിനകത്ത് മരിച്ചു കിടക്കുന്നുണ്ട് ഓൾറെഡി. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടാവുള്ളൂ. 24 ന്യൂസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണിപ്പോൾ നിലവിലുള്ള അവസ്ഥ. മൊത്തം പോലീസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് കേട്ടോ നമ്മളെ കേരവൺ. ഞാനിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഫുൾ ആളുകളാണ്. മൊത്തം മീഡിയക്കാർ ഇവിടുന്ന് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും 2 ആൾ ഇതിനകത്ത് മരിച്ചു. അതിനുള്ള ഓൾറെഡി 2 പേര് ഇതിനകത്ത് മരിച്ചു കിടക്കുകയാണ്. അപ്പം അതിനുള്ള എന്താണ് കാരണം അത് മാത്രം കണ്ടുപിടിക്കണം. എന്നാലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നടക്കില്ല. നാളെ രാവിലെ ഇപ്പോൾ ഫോറൻസിക്കും കാര്യങ്ങളും ഡോസ്കോഡൊക്കെ വരണം. എന്നാലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് നിഗമനം കിട്ടുള്ളൂ. വടകരേൻ്റെ കേസിൽ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ എനിക്കെന്ന് വെച്ചാൽ ഇതൊരു കല്യാണ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വണ്ടിയാണ്.
അപ്പോൾ KTTCന് മുന്നിൽ നിർത്തിയത്. 2 ബിയറടിക്കാൻ ചൊല്ലി സൈഡാക്കിയ ടീമായിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള ആൾക്കാർ വണ്ടി ഓഫാക്കിയ കാരണം നല്ല മയക്കത്തിലായിരിക്കും, നല്ല അടിച്ച് വീലായിട്ട് മയക്കത്തിലായിരിക്കും. അപ്പോൾ അവർ ഇതൊന്നും അറിയാതെ ഓൾറെഡി ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞിട്ട് മരണപ്പെട്ടു പോയതായിരിക്കാനാണ് സാധ്യത. എൻ്റെ ഒരു നിയമത്തിൽ ഞാൻ പറയുന്നത് മാത്രം. ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും കേട്ടോ. ഇവിടെ മീഡിയക്കാരും പോലീസുകാരും എല്ലാം ഉണ്ട്. നാളെയാണ് കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. ഇതാണിപ്പോൾ വടകരൻ്റെ അവസ്ഥ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിമരപ്പാലാണ് കേട്ടോ.